ഗായ്സ് അപ്പം ഇത് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ. കാര്യം ഇവിടെ ഇതിനകത്തെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഒന്നുമില്ല. പക്ഷേ പറയുമ്പോൾ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായതിന് കാര്യം എന്താണെന്നുള്ള ആർക്കും ശരിക്കും മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ അവിടെ പലരും പറയുന്നുണ്ട് അവിടെ ബിൽഡിങ്സ് വെച്ചുകൊണ്ടാണ്, അവിടെ മരം ഇല്ലാത്തതുകൊണ്ട്. മരം ഇഷ്ടം പോലെയാണ് അവിടെ. ആ പോയ റീജിയണിൽ പോയി നോക്കുക, ഞാനൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. അപ്പം അവിടെ മരമൊക്കെ ഇഷ്ടം പോലെയാണ്. ബിൽഡിങ്സ് ഉണ്ട്, ബിൽഡിങ്സ് പുതിയതായിട്ട് വന്നുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ മെയിൻ റീസൺ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പുഴയിൽ മൊത്തം ചെക്ക് ഡാമുകളാണ്. ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ ഷട്ടറില്ല, അറിയാലോ നിങ്ങൾക്ക്. ഷട്ടറില്ലാതെ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഒഴുക്ക് തടസ്സപ്പെടുത്തും. ഒഴുക്ക് തടസ്സപ്പെടുത്തി കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒത്തിരി മഴ പെയ്ത് കഴിഞ്ഞാൽ, ഒരു മഴ മതി നന്നായിട്ടൊന്ന് പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം താഴത്തോട്ട് ഇറങ്ങിപ്പോയില്ല, അപ്പം ബേസ്റ്റിങ് നടക്കും. ഇതാണ് സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ അല്ലെങ്കിൽ ലാൻഡ് സൈഡ് ഉള്ള ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലും നമുക്ക് കാണുന്നുണ്ടല്ലോ, അതിനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഈ ചെക്ക് ഡാം മൊത്തം പൊളിച്ച് പള്ളയെ കളയുക, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും മണലോ വരുകയും ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത് ശരിക്കും.